ഹായ്, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ ഭിത്തിയിലെ അടിഭാഗത്ത് ഈർപ്പം വരുന്നതിനുള്ള ഒരു സൊല്യൂഷൻ. അപ്പോൾ അതിൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. കംപ്ലീറ്റ് ആയ വർക്ക് കാണാം. അതേപോലെ ഇങ്ങനെ മെറ്റീരിയൽ ഒന്ന് പരിചയപ്പെടാം. കാരണം നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് പേര് ചോദിച്ചായിരുന്നേ ഏത് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അപ്പോൾ അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും, അതല്ലാതെ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ അത് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് റൂമൊക്കെ ചെറിയ രീതിയിൽ ഇന്റീരിയർ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പോർഷനിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ഭംഗിയായിരിക്കും. അത് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. അത് നമുക്ക് വർക്ക് ഒന്ന് കാണാം. ഇതാണ് പ്രോഡക്റ്റ്. ഇതിൽ മെറ്റീരിയൽ വന്നിരിക്കുന്നത് PVC ആണ്. നമുക്കിതിൽ കളർ ചേഞ്ച് ഒക്കെ കിട്ടും. ഏകദേശം ഇതിപ്പോൾ നമ്മളവിടെ ചെയ്തിരിക്കുന്ന കളർ ഇതാണ്, വുഡൻ കളർ. അതേപോലെ ഇതും ചെയ്തിട്ടുണ്ട്. വാഷ് ഏരിയയിലൊക്കെ വൈറ്റ് കളറാണ്, കാരണം ആ ടൈലിനോട് മാച്ച് ചെയ്ത കളർ വൈറ്റ് ആണ്. അത് നമ്മുടെ വൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വേറൊരു മോഡലാണ്. ഇത് ഏകദേശം ഇതിനൊരു ഏകദേശം ഒരു ഉള്ളിലേക്ക് വരുന്ന ടൈപ്പാണ്. കാണാൻ കുറച്ചും കൂടി ഷോ ആയിരിക്കും. ഇതിന് ഡിഫറെൻറ്റ് കളർ വുഡൻ ഷെയ്ഡ് വരുമ്പോഴത്തേക്കും ഈ കളറായിരിക്കും വരുന്നത്. നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ നമ്മുടെ ബെഡ്റൂമിലൊക്കെ ചെറിയൊരു ഡിസൈൻ വർക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മള് കട്ടിലിടുന്ന ഭാഗം, ആ കട്ടിലിന്റെ ഹെഡ് വരുന്നതിന്റെ ഭാഗത്ത് ഏകദേശം 2 അടി ഹൈറ്റിൽ കട്ടിലിന്റെ ഫുൾ രീതിയിൽ ഇതിങ്ങനെ ഭിത്തിയിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ഇത് മാത്രമാണ്. ഇതിനൊരു അഡീഷണൽ ചാനൽ വരുന്നുണ്ട് കേട്ടോ. അതിന് കൊടുത്തു കഴിഞ്ഞാൽ റൂം കാണാൻ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. ഇതിന്റെ റേറ്റ് വരുന്നത് ഏകദേശം 600 രൂപ താഴെയായിരിക്കും ഒരു ഷീറ്റിന്റെ റേറ്റ്. നമുക്കത് ഫിറ്റ് ചെയ്യാനുള്ള ചാർജ് സെപ്പറേറ്റ് വരും. ഇതിന് മേളിലൊരു ചാനൽ വരുന്നുണ്ട്, ഈ ഹോൾ കാണാതിരിക്കാനായിട്ട് ചാനലിന് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നമുക്ക് ഭിത്തിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും പിന്നീട് അത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഊരിയെടുക്കാം. സിമ്പിൾ മെത്തേഡാണ്. വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി ചെയ്യാറുണ്ട്.